നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC ഇന്ന് നടത്തിയ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ ആൻസർ കീ ഡിസ്കഷൻ ആണ്. അപ്പൊ ഇത് രണ്ടാം ഘട്ടമായിരുന്നു. ഒന്നാം ഘട്ടത്തിനെ അപേക്ഷിച്ച് ഇന്ന് പരീക്ഷ എഴുതിയവർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ളത് താഴെ ഒന്ന് പറയണേ. പിന്നെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ പുതിയ പുതിയ കോഴ്സുകൾ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. തിങ്കളാഴ്ച CPOയുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. CPO WCPO 2026 സ്പെഷ്യൽ ടോപ്പിക്സ് അടക്കം ഫുൾ സിലബസ് കവറേജ് ആണ്. അതുപോലെ ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, ടൈം ടേബിൾ അടക്കം നിങ്ങൾക്ക് മെന്റർഷിപ്പ് നൽകിയാണ് ബാച്ച് കോഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തിങ്കളാഴ്ച ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. 1000 രൂപ ഡിസ്കൗണ്ട് ഞായറാഴ്ച രാത്രി 12 മണി വരെ ജോയിൻ ചെയ്യുന്നവർക്ക് കിട്ടുന്നതായിരിക്കും. ഫീസിൽ 1000 രൂപയുടെ ഇളവുണ്ടായിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്തോളാം. പുതിയ പുതിയ ബാച്ച് കോഴ്സുകൾ വരുന്നു. BFO ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനിരിക്കുകയാണ്. പിന്നെ ഓൾറെഡി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അഡ്മിഷൻ ഓപ്പൺ ആണ്. കമ്പനി LGS ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അഡ്മിഷൻ ഓപ്പൺ ആണ്. ബെഫ്കോ LD സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അഡ്മിഷൻ ഓപ്പൺ ആണ്. ജനറൽ PSC ബാച്ചിലേക്ക് അഡ്മിഷൻ ഓപ്പൺ ആണ്. 10th പ്രിലിംസ് 2025 ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒക്ടോബർ ഡിസംബർ മാസം നടക്കുന്ന 10th പ്രിലിംസിന് വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അഡ്മിഷൻ ഓപ്പൺ ആണ്. അറ്റൻഡർ ഗ്രേഡ് 2 ഒക്കെ പരീക്ഷ വരുന്നുണ്ടല്ലോ, അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ദഫേദാർ പരീക്ഷ സെപ്റ്റംബർ മാസം നടക്കാനിരിക്കുന്ന ബാച്ച് കോഴ്സ് അവൈലബിൾ ആണ്. 799 ദഫേദാറിന്റെ ഫീസ്. 3 മാസം കൊണ്ട് വാലിഡിറ്റി കേട്ടോ, പരീക്ഷ വരെയല്ല, 3 മാസം വാലിഡിറ്റി കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഒരുപാട് ബാച്ച് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫയർമാൻ 2026, ഫയർമാൻ ഫയർവുമൺ 2026 ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹർഷിതം എഡ്യൂടെക് ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഫസ്റ്റ് കമന്റിൽ ഉണ്ടായിരിക്കും, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടായിരിക്കും. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആൻസർ കീയിലേക്ക് പോയാലോ. ആദ്യത്തെ ചോദ്യം, ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമാകുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ്? 8ാം പഞ്ചവത്സര പദ്ധതി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അകത്തും പുറത്തും കടലാസ് ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ഡിജിറ്റൽ പദ്ധതികൾ ഏതെല്ലാം? സാരഥി, പ്രവാഹ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിത വില്യംസും ബുഷ് വിൽമോറും മടക്കയാത്രയ്ക്ക് ഉപയോഗിച്ച ബഹിരാകാശ പേടകത്തിന്റെ പേര് എന്ത്? ഡ്രാഗൺ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 17 മലയാളികൾ ഉണ്ടായിരുന്നു. ഇതിൽ താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ് തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നുള്ള അംഗം? KA മുഹമ്മദ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാമൂഹ്യനീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി എന്നീ 3 തരം നീതികളും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? റഷ്യൻ വിപ്ലവത്തിൽ നിന്ന്. തുടർച്ചയായി എത്ര വർഷക്കാലം ഇന്ത്യക്ക് പുറത്ത് സ്ഥിരതാമസമാക്കിയാലാണ് പൗരത്വ അപഹരണം വഴി കേന്ദ്ര ഗവൺമെന്റിന് ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ കഴിയുന്നത്? 7 വർഷം. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? 42ാം ഭേദഗതി. താഴെ തന്നിരിക്കുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏത്? യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ലോട്ടറി. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് അസമാണ്. അടുത്ത ചോദ്യം ക്രമത്തിൽ എഴുതുക. ഇവിടെ തീമും ഏത് ദിനവുമായി ബന്ധപ്പെട്ടത് എന്നതാണ് ചോദ്യം. എന്റെ ആരോഗ്യം എന്റെ അവകാശം. അപ്പൊ ആരോഗ്യം എന്ന് പറയുമ്പോൾ ലോകാരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ടത്. ഒന്ന് സി വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്, എയും ഉണ്ട് സിയും ഉണ്ട്. ഇനി നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി ഇപ്പോൾ, മനുഷ്യ അവകാശവുമായി ബന്ധപ്പെട്ടത്. അപ്പോ 2D ആണ്. നമ്മുടെ ഊർജം, നമ്മുടെ ഭൂമി, അപ്പൊ ഭൂമിയായിട്ട് ബന്ധപ്പെട്ടത് ഭൗമദിനമാണ്. 3B ആണ്. തനിക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗാ ദിനം. ഓപ്ഷൻ A ആണ് ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എക്സൈസ് വകുപ്പിന് കീഴിലെ വിമുക്തിയുടെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ നടപ്പാക്കിയ പദ്ധതി ഏതാണ്? ഉണർവ് എന്ന പദ്ധതി. ലോക അദാലത്ത് എന്ന പദം കൊണ്ട് ഏത് വിഭാഗത്തിൽ പെടുന്ന കോടതിയെയാണ് ഉദ്ദേശിക്കുന്നത്? ലോക അദാലത്ത്, ജനങ്ങളുടെ കോടതിയാണ്. ഗ്രാമപ്രദേശങ്ങളിൽ അന്ത്യോദയ അന്ന യോജന റേഷൻ കാർഡിന് അന്തിമ അനുമതി നൽകുന്നത്? ഇവയൊന്നും അല്ല. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിലെ ജില്ലകൾ ഏതെല്ലാം? പാലക്കാട്, വയനാട്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരുന്നു? VS അച്യുതാനന്ദൻ. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ്? ഷാജഹാൻ. എവിടെയാണ് കൃഷി വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്? ആനയറ. കേരളത്തിലെ
തൃതീയ ആരോഗ്യ സ്ഥാപനങ്ങൾ ഏതൊക്കെ? തൃതീയ ആരോഗ്യ സ്ഥാപനങ്ങൾ മെഡിക്കൽ കോളേജുകളാണ്. ജന്തുക്കളിൽ ഏറ്റവും അധികം വൈവിധ്യമുള്ള ജീവിവർഗം ഷഡ്പദങ്ങൾ. കേരള സർക്കാർ 2025 ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്ത്? ക്യാൻസർ ബോധവൽക്കരണം. കറണ്ട് അഫയേഴ്സിൽ എടുത്തതാണ്. പെല്ലഗ്ര ഏത് ജീവകത്തിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ്? പെല്ലഗ്ര എന്നത് വൈറ്റമിൻ B3 ആണ്. വൈറ്റമിൻ B3. കോശങ്ങളിൽ കാണപ്പെടുന്നതും കോശത്തിന് ആവശ്യമായ ഊർജം ATPയുടെ രൂപത്തിൽ നിർമ്മിക്കുന്നതും സംഭരിക്കുന്നതുമായ കോശഘടകം മൈറ്റോകോൺട്രിയ ആണ്. എംഫിസീമ എന്ന മാരക രോഗത്തിന് കാരണമാകുന്നത് എന്ത്? എംഫിസീമ സിഗരറ്റ് സ്മോക്കിംഗ്. AB നെഗറ്റീവ് രക്തഗ്രൂപ്പ് ഉള്ള ഒരു വ്യക്തിയെ അപകടം പറ്റി ആശുപത്രിയിൽ പ്രവേശിക്കുകയും അടിയന്തരമായി രക്തം നൽകേണ്ടി വരികയും ചെയ്താൽ ആ വ്യക്തിക്ക് നൽകാവുന്ന രക്തഗ്രൂപ്പുകൾ A നെഗറ്റീവ്, B നെഗറ്റീവ്, AB നെഗറ്റീവ്, O നെഗറ്റീവ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? മന്ദരോഗത്തിന്റെ രോഗകാരികളാണ് ഉച്ചരേറിയ ബ്രാങ്കോഫ്റ്റി എന്ന വിരകൾ. പ്രായപൂർത്തിയായ മന്ദവിരകൾ ലസിക വ്യവസ്ഥ അഥവാ ലിംഫാറ്റിക് വ്യവസ്ഥയിലാണ് വസിക്കുന്നത്. 1ഉം 3ഉം ആണ് ശരി. പരിണിത ബലം നെറ്റ് ഫോഴ്സ് 0 ഗ്രാഫ് ഓപ്ഷൻ A ആണ്. അടുത്ത ചോദ്യം, പ്രേഷണത്തിന് മാധ്യമം ആവശ്യമുള്ള തരംഗം ഏത്? ശബ്ദ തരംഗം. ഘർഷണം ഇല്ലാത്ത ഒരു പ്രതലത്തിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നത് ചിത്രീകരിച്ചിരിക്കുന്നു. ഈ വസ്തുവിനെ ലഭിക്കുന്ന ത്വരണം എത്രയാണ്? 1.2 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. ഇങ്ങോട്ടേക്ക് 20 ന്യൂട്ടൺ, ഇങ്ങോട്ടേക്ക് 8 ന്യൂട്ടൺ. അപ്പോൾ ത്വരണം 1.2 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ്. സൂര്യനെ കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് ആദിത്യ L1. ആദിത്യ L1. അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്നോ ബ്ലൈൻഡ് എന്താണ്? മാൽവെയർ ആണ്. മാൽവെയർ. ഒരു ആറ്റത്തിന്റെ M ഷെല്ലിൽ 6 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ആ ആറ്റത്തിന്റെ അറ്റോമിക നമ്പർ എത്രയാണ്? 16 ആണ്. 2, 8, 6. അപ്പോൾ K ഷെല്ലിൽ 2 ഫിൽഡ് ആയിരിക്കും, L ഷെല്ലിൽ 8 ഫിൽഡ് ആയിരിക്കും, M ഷെല്ലിൽ 6. അപ്പോൾ 16 ആണ് അറ്റോമിക് നമ്പർ. ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ 300 ഡിഗ്രി സെൽഷ്യസിലുള്ള മർദ്ദം 1.3 atm ആണ്. ഇപ്പോഴത്തെ വ്യാപ്തം 10 ലിറ്റർ ആണ്. താപത്തിൽ വ്യത്യാസമില്ലാതെ ഈ വാതകത്തിന്റെ വ്യാപ്തം 2.6 ലിറ്റർ ആയി കുറഞ്ഞാൽ ഇപ്പോഴത്തെ മർദ്ദം എത്ര? 5 atm. മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിന്റെ അയിരിന് അതിന്റെ അപദ്രവ്യമായ SnO2 നിന്നും വേർതിരിക്കാൻ ഏത് മാർഗം ഉപയോഗിക്കാം? കാന്തിക വിഭജനമാണ്. കേരളത്തിലെ തീരദേശത്തെ കരിമണലിൽ അടങ്ങിയിരിക്കുന്ന വ്യാവസായികമായി ഉപയോഗിക്കുന്ന ധാതു ഇൽമനൈറ്റ്. താഴെ പറയുന്ന സംയുക്തങ്ങളിൽ ഏതാണ് ജലവുമായി ചേർന്ന് പ്രവർത്തിച്ചാൽ കത്തുന്ന വാതകത്തെ ഉണ്ടാക്കുന്നത്? കാൽസ്യം കാർബൈഡ് ആണ്. കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? മുരളി ചീരോത്ത്. 2024 പാരാലിമ്പിക്സിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ F41 സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആര്? നവദീപ് സിംഗ്. ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാളികളും വർഷങ്ങളും താഴെ തന്നിരിക്കുന്നു. ഇതിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. തകഴി ശിവശങ്കര പിള്ള 1984. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുത്ത് എഴുതുക. ശരിയല്ലാത്തത് 1ഉം 4ഉമാണ്. ഇവിടെ വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജമായിരുന്നു വരേണ്ടത്. ഇവിടെ തന്നിരിക്കുന്ന ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദനുമായി ബന്ധപ്പെട്ടതാണ് തന്നിരിക്കുന്നത്. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട സാധുജന പരിപാലന സംഘമാണ്. ഇവിടെ സമത്വ സമാജം വൈകുണ്ഠ സ്വാമികളുടെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവ 2ഉം 4ഉം ആണ് തെറ്റായിട്ടുള്ളത്. ആദ്യത്തെ മലയാള പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ച സ്ഥലം ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്നാണ് രാജ്യസമാചാരം പത്രം പ്രസിദ്ധീകരിച്ചത്. പഹൽഗാം ഭീകര ആക്രമണത്തിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രതിരോധ ആക്രമണത്തെക്കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ട 2 വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ്? സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗുമാണ്. 1ഉം 3ഉം ആണ് കറക്റ്റ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം. 2025 കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? പി സതീദേവിയാണ്. ഇ ഗവേണൻസ് എന്നാൽ എന്താ? സർക്കാർ സേവനങ്ങൾ നൽകുന്നതിന് ഇലക്ട്രോണിക് മാർഗങ്ങൾ ഉപയോഗിക്കുന്നത്. താഴെ പറയുന്നവയിൽ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് നൽകാൻ കഴിയുന്ന കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണം ഏതാ? പ്രിന്റർ ആണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ലാനിന്റെ നിർവചനം? ലാനിന്റെ നിർവചനം ഭൂമിശാസ്ത്രപരമായ ഒരു ചെറിയ പ്രദേശത്തിനുള്ള ഉദാഹരണം, കെട്ടിടം അല്ലെങ്കിൽ ക്യാമ്പസ്, കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രക്രിയ.
കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാനപരമായ കണ്ടെത്തലുകളും കണ്ടുപിടുത്തങ്ങളും പരിഗണിച്ച് 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? ജോൺ ജെ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൻഡൺ. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ അടിസ്ഥാനമാക്കി ഗൂഗിൾ നിർമ്മിച്ച പ്രോസസർ ചിപ്പ് താഴെ തന്നിരിക്കുന്നവയിൽ ഏത്? വില്ലോയാണ്. വില്ലോ. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം പരിഷ്കരിച്ചതിൽ പുതിയതായി രൂപം കൊണ്ട സ്ഥാപനം ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. പോക്സോ നിയമപ്രകാരം തെറ്റായ പരാതിയോ വിവരമോ നൽകുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന വകുപ്പ് സെക്ഷൻ 22. വിവരാവകാശ നിയമം ആദ്യമായി പാസാക്കിയത് ഏത് രാജ്യമാണ്? സ്വീഡനാണ്. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമം MWP ആക്ട് പ്രകാരം വൃദ്ധസദനങ്ങളെ കുറിച്ച് ഏത് അധ്യായത്തിലാണ് പറയുന്നത്? അധ്യായം 3. 2025 കബഡി ലോകകപ്പ് വേദി ഇംഗ്ലണ്ട്. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖ്. അടുത്ത ചോദ്യം ഇവിടെ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ഗാർഹിക സംഭവങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് സേവനദാതാവ് അതുപോലെ സംരക്ഷണ ഉദ്യോഗസ്ഥൻ. 2, 4 ആണ് വരേണ്ടത്. ഇവിടെ ഓപ്ഷനിൽ ഇല്ല. ഓക്കെ. അടുത്ത ചോദ്യം യഥാക്രമം 10, 15, 24 മിനിറ്റ് ഇടവേളകളിൽ 3 മണികൾ മുഴങ്ങുന്നു. രാവിലെ 8 മണിക്ക് 3 മണികൾ ഒരുമിച്ച് മുഴങ്ങാൻ തുടങ്ങും. അവ വീണ്ടും ഒരുമിച്ച് മുഴങ്ങുന്നത് എത്ര മണിക്കാണ്? 10 AM. 0.003 into 0.45 divided by 0.009. വാല്യൂ എത്രയാ? 0.15. 108 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത എത്ര മീറ്റർ പെർ സെക്കൻഡിന് സമാനമാണ്? 30 മീറ്റർ പെർ സെക്കൻഡ്. 16 പുരുഷന്മാർക്ക് 30 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കാൻ കഴിയും. 24 പുരുഷന്മാർ എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കും? 20 ദിവസം. 24 സെന്റിമീറ്റർ ഉയരവും 6 സെന്റിമീറ്റർ ബേസ് റേഡിയസുമുള്ള ഒരു കോൺ ഉരുക്കി ഒരു ഗോളത്തിന്റെ രൂപത്തിൽ പുനർരൂപകൽപ്പന ചെയ്തിരിക്കുന്നു എങ്കിൽ ആ ഗോളത്തിന്റെ ആരം എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ്. 6 സെന്റിമീറ്റർ. ഒറ്റയാനെ കണ്ടെത്തുക. ഇവിടെ 36 ആണ് ഒറ്റയാൻ. 0, 6, 24, 60 ഡാഷ്. വാല്യൂ എത്രയാ? 120. WFB TGD QHG ഡാഷ്. എന്താണ് അടുത്ത് വരുന്നത്? സെറ്റ് NIK. 6/9/2022 മുതൽ 8 മാസം 7 ദിവസം പൂർത്തിയാകുന്ന തീയതി 12/5/2023. E = 5, പെൻ = 35 എങ്കിൽ പേജിന്റെ വാല്യൂ എത്രയാണ്? 29. Choose the suitable collective noun to complete the phrase given below. A dash of stairs. Flight ആണ്. Add the right question tag to the following statement to make it a question. She seldom goes out. ഉത്തരം does she ആണ്. Does she. Fill up with the correct preposition. Rohan is interested dash learning new languages. ഉത്തരം in ആണ്. Interested in. Change the following sentence from active to passive form. Choose your answer from the given options. My cousin has drawn this picture. ഉത്തരം this picture has been drawn by my cousin. Fill up suitably. White means the same as broad ആണ്. Replace the underlined word in the following sentence with the suitable phrasal verb. We will cancel the trip if the weather is bad. ഉത്തരം call off ആണ്. Choose the correctly spelled word from the following. Argument. Option C ആണ് ഉത്തരം. Argument. Change the following sentence into reported speech. How do you feel this morning? He asked me. ഇതിനെ reported speechലേക്ക് ആക്കുമ്പോൾ he asked me how I felt that morning. Fill up with the correct tense form of the verb given in the bracket. When her mother arrived, Isha dash the laundry. Finishന്റെ ഏത് ഫോം ആണ് വരുന്നത്? Had finished ആണ്. Had finished. Complete the following sentence suitably. Unless you study well dash. ഉത്തരം you will not pass. അടിവരയിട്ടതിൽ സന്ദർഭത്തിന് അനുയോജ്യമായ പദം ഏത്? എല്ലാത്തിനും ഒരേ വ്യവസ്ഥ വേണ്ട എന്നത്. വചനപ്രത്യയം ഇല്ലാത്ത വരി. കണ്ണേ മടങ്ങുക, കരിഞ്ഞു മലിഞ്ഞു മാംസു മണ്ണാകുമീ മലരു വിസ്മൃതമാകുമ്പോൾ എന്നതാണ്. അടുത്തത് ശരിയായ പര്യായ പദം. അച്ഛൻ ജനയിതാവ്. കേരള സർക്കാർ
കത്തുകളിൽ ഇംഗ്ലീഷിലെ ഫ്രം എന്നതിന് പകരം ഉപയോഗിക്കാൻ നിശ്ചയിക്കപ്പെട്ടത് പ്രേഷിതൻ എന്ന വാക്കാണ്. പ്രേഷിതൻ. പിരിച്ചെഴുതിയതിൽ ശരിയായത് ഏത്? പിരിച്ചെഴുതിയതിൽ ശരി ഏതാണ്? കൺ പ്ലസ് നീർ കണ്ണീർ. ശരിയായ വിപരീത പദങ്ങൾ ഏതെല്ലാമാണ്? 1 ഉം 4 ആണ്. അബദ്ധം, സുബദ്ധം, അതുപോലെ ഖണ്ഡനം, മണ്ഡനം എന്നിവയാണ്. അടുത്തത്, താഴെ കൊടുത്തിട്ടുള്ള വാക്യത്തിൽ തെറ്റായ ഭാഗങ്ങൾ ഏതൊക്കെ? ഇവിടെ തന്നിരിക്കുന്നതില് ചിലവഴിക്കുന്നതിനെ കുറിച്ച് അധ്യാപകരും രക്ഷിതാക്കളോടും. ഓക്കെ, അത് രണ്ടുമാണ് തെറ്റ്. താഴെ കൊടുത്തിട്ടുള്ളതിൽ സമാനാർത്ഥം വരാത്ത പ്രയോഗം. സമാനാർത്ഥം വരാത്തത് 1 പടി അടച്ചാൽ 9 പടി തുറക്കും. താഴെ തന്നിട്ടുള്ളവയിൽ ഏതിന്റെ ഒറ്റപ്പദമാണ് ഭാഗിനേയൻ? സഹോദരിയുടെ മകനാണ്. വ്യത്യസ്തമായ സമാസം ഉള്ള പദം മരപ്പൊടി. രാഷ്ട്രത്തിന്റെ സ്ഥാപക നേതാവിനെ രാഷ്ട്രപതി സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്ത രാജ്യം ഏതാണ്? ബംഗ്ലാദേശ് ആണ്. ബംഗ്ലാദേശ്. അടുത്തത്, ചിനാംബസ് എന്ന കൃത്രിമ ദ്വീപുകൾ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്? ആസ്ടെക് സംസ്കാരം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പോർച്ചുഗീസുകാരുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? 1663 കൊച്ചി പിടിച്ചെടുത്തു എന്നത്. താഴെ തന്നിരിക്കുന്ന പട്ടിക പരിശോധിച്ച് എ വിഭാഗത്തിന് അനുയോജ്യമായവ ബി വിഭാഗത്തിൽ നിന്നും കണ്ടെത്തുക. ഇവിടെ JM ചാറ്റർജി ഭാരത് മാതാ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബരീന്ദ്രനാഥ ഘോഷ് അനുശീലൻ സമിതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചന്ദ്രശേഖർ ആസാദ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. BD സവർക്കർ അഭിനവ് ഭാരത്. ഡി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, 1857 കലാപത്തിൽ ആരയിൽ നേതൃത്വം നൽകിയത് ആരാണ്? കൻവർ സിംഗ് ആണ്. കൻവർ സിംഗ്. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തി എഴുതുക. കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തുമ്പോൾ ആദ്യം സന്യാസി കലാപം, രണ്ടാമത് പഴശ്ശി കലാപം, മൂന്നാമത് കുറിച്യ ലഹള, നാലാമത് സാന്താൾ കലാപം എന്നിവയാണ്. നദികളുടെ ഉപരിഘട്ടവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഉപരിഘട്ടത്തിൽ നിരവധി റില്ലുകൾ കൂടിച്ചേർന്ന അരുവികളാകുന്നു. സിന്ധു നദിയുടെ കിഴക്കൻ പോഷക നദികൾ രവി, ബിയാസ്, സത്ലജ് എന്നിവയാണ്. അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിൽ അനുഭവപ്പെടുന്ന ക്രമമായ താപനഷ്ട നിരക്കുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ ശരി ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരി. ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിൽ താപം കുറയുന്നു. നോർമൽ ലാപ്സ് റേറ്റ് ആണ്. നിത്യഹരിത വന മേഖലകൾ കൂടുതലായും കണ്ടുവരുന്ന കാലാവസ്ഥാ പ്രദേശം ഭൂമധ്യരേഖ കാലാവസ്ഥാ പ്രദേശം. ദുന്ദർ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് കാണപ്പെടുന്നത്? നർമ്മദ നദിയിൽ. ട്രൈപ്പനോസോമിയാസിസ് എന്ന പരാദജീവി രോഗത്തിന് കാരണമായ പ്രാണി ഏത്? ഡ്രോസോഫില മെലനോഗസ്റ്റർ. അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള അറബിക്ക എന്ന മുന്തിയ ഇനം വിള ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? SCERT ഫാക്ട് ആണ്. കാപ്പിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത് ഏത്? പെട്രോളിയം ആണ്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ സ്ഥിരം വേദി ദാവോസ് ആണ്. പേയ്മെന്റ് ബാങ്കുകളുടെ സവിശേഷതകൾ ഏതെല്ലാമാണ്? പേയ്മെന്റ് ബാങ്കുകളുടെ സവിശേഷത 1 ലക്ഷം രൂപ വരെ വ്യക്തിയിൽ നിന്നും നിക്ഷേപമായി സ്വീകരിക്കുന്നു. നിക്ഷേപങ്ങൾക്ക് ഭാരതീയ റിസർവ് ബാങ്ക് നിശ്ചയിച്ചിട്ടുള്ള പലിശ നൽകുന്നു എന്നിവയാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ച 100 ചോദ്യങ്ങൾ. അപ്പൊ ഈ ഒരു ആൻസർ കീ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക. നമ്മുടെ ടെലഗ്രാം ചാനൽ ഞാൻ ഷെയർ ചെയ്തിട്ടിരിക്കാം. ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ പറഞ്ഞതുപോലെ CPOയുടെ ബാച്ച് 12/8/2025 അതായത് തിങ്കളാഴ്ച ആരംഭിക്കുന്നു. ഞായറാഴ്ച രാത്രി 12 മണി വരെ 1000 രൂപ ഫീസിൽ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്തോണേ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.